വിവാദത്തിൽ യു.പി. സർക്കാരിന് തിരിച്ചടി. വിവാദമായ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കടഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്ന് കോടതി. ഇത്തരം ഉത്തരവുകൾ ഇറക്കാൻ പോലീസിന് അവകാശമില്ല എന്ന് സുപ്രീംകോടതി പറയുന്നു. ഷപ്ന സ്ഥിതിച്ചെടുത്ത വിവരങ്ങളുമായി. ഷപ്ന, ഈ തീർത്ഥാടകർ കടന്നു പോകുന്ന വഴിയിലുള്ള ഭക്ഷണശാലകളോടും പഴം വിൽപ്പനക്കാരോടുമാണ് അവരവരുടെ പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉത്തർപ്രദേശ് പാർട്ടി ആവശ്യപ്പെട്ടത്. അതിനാണ് ഇപ്പോൾ സുപ്രീംകോടതി വിലക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം പോലും ഈ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി പറഞ്ഞത് ഇതിലൊക്കെ എന്താണ് തെറ്റ് എന്നൊരു ചോദ്യമായിരുന്നു. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത് എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവുകളാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. കടയുടമകൾക്ക് കടകൾക്ക് മുന്നിൽ പേര് പ്രദർശിപ്പിക്കണം എന്നായിരുന്നു ഉത്തരവ്. അത് സ്റ്റേ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇരു സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചത്. ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് APCR നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീം കോടതിയുടെ ഇന്നത്തെ നടപടി. ഈ ഉത്തരവ്, അതായത് ഈ രണ്ട് സർക്കാരുകളുടെ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് എന്ന് കോടതി തന്നെ നിരീക്ഷണം നടത്തുകയും ചെയ്തു. അതുപോലെ ഇത്തരത്തിൽ ഉത്തരവിറക്കാൻ അധികാരമില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഏതായാലും ഈ യാത്ര കടന്നു പോകുന്ന വഴികളിലെ എല്ലാ ഭക്ഷണശാലകളിലും ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ അടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണം എന്നതായിരുന്നു ഉത്തരവ്. ഈ ഉത്തരവിനെതിരെ വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഉത്തരാഖണ്ഡ് UP സർക്കാരുകൾക്ക് പിന്നാലെ ഉജ്ജയിൻ മുനിസിപ്പൽ ബോഡിയും കടയുടമകളോട് ഇത്തരത്തിൽ പേരുകൾ പ്രദർശിപ്പിക്കാൻ ഉത്തരവിടുകയും അല്ലാത്ത പക്ഷം പിഴയടക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. ശരി ഷപ്ന, അങ്ങനെ ഹിന്ദു തീർത്ഥാടനമായ കൻവാർ യാത്ര കടന്നു പോകുന്ന വഴിയിലുള്ള ഭക്ഷണശാലകളോടും പഴം വിൽപ്പനക്കാരോടുമൊക്കെ അവരവരുടെ പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഈ നിർദ്ദേശം വലിയ വിവാദമായിരുന്നു. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ പാടില്ല, ഇത്തരത്തിൽ പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഷപ്ന സീതാന വിവരങ്ങൾ നൽകിയത്.